സബ്ഗ്രാഫിന്റെ ഡെഫിനേഷൻ ഇതാണ്. എച്ച് ബി a graph with vertex set VH, edge set EH, and similarly G be a graph with vertex set VG and edge set EG. Then we say that H is a subgraph of G. If vertex set of H is a subset of vertex set of G and edge set of H is a subset of edge set of G, in such a case we also say that G is a super graph of H എന്ന് പറയും, അല്ലെങ്കിൽ H is a subgraph of G എന്ന് പറയും. ഒരു ഗ്രാഫിനെ മറ്റൊരു ഗ്രാഫിന്റെ സബ്ഗ്രാഫ് എന്ന് പറയണമെങ്കിൽ വെർട്ടെക്സ് സെറ്റ് ഒറിജിനൽ ഗ്രാഫിന്റെ സബ്സെറ്റ് ആയിരിക്കണം, എഡ്ജ് സെറ്റ് ഒറിജിനൽ ഗ്രാഫിന്റെ സബ്സെറ്റ് ആയിരിക്കണം. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഫിഗർ വരയ്ക്കുക. മാർക്ക് ചെയ്തേക്കുന്ന എല്ലാം ഇങ്ങോട്ട് എഴുതുന്നുണ്ട്. ഫിഗർ 122, G1 is a subgraph of both G2 and G3. ഇതാണ് G1. ഇത് G1. അപ്പൊ അവിടുത്തെ വെർട്ടെക്സ് സെറ്റ് എന്ന് പറയുന്നത് G1. വെർട്ടെക്സ് സെറ്റ് എന്ന് പറയുന്നത് ABCD. എഡ്ജ് സെറ്റിന്റെ എഡ്ജിന് പ്രത്യേകിച്ച് ലേബൽ ഒന്നും കൊടുത്തിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാവുന്നേ ഉള്ളൂ. E1, E2, E3, E4. E1, E2, E3, E4. അപ്പൊ G1 is a subset of G2. അതായത് ഈ G1-നകത്ത് വരുന്ന എഡ്ജസ് എല്ലാം ഇവിടെയുണ്ട്, G2-നകത്തുണ്ട്. E1, E2, E3, E4. അതുപോലെ ഇവിടെയുള്ള വെർട്ടെക്സ് ABCD ഇതിനകത്തുണ്ട്. സോ G1 is a subgraph of G2. അതുപോലെ G1 is a subgraph of G3. ഇവിടെയും ഉണ്ട്. ഇത് G3. E1, E2, E3, E4. G1-ൽ ഉണ്ടായിരുന്ന എഡ്ജസ് ഒക്കെ ഇവിടെയുണ്ട്, വെർട്ടിസസും ഉണ്ട്. ഒരെണ്ണം അഡീഷണൽ ആയിട്ട് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. ബട്ട് G3 ഈസ് നോട്ട് എ സബ്ഗ്രാഫ് ഓഫ് G2. G3 ഇതിന്റെ സബ്ഗ്രാഫ് ആവത്തില്ല G2-ന്റെ. എന്ന് വെച്ചാൽ ഈ എഡ്ജ് ഇവിടെ ഇല്ല. അപ്പൊ അതാണ് സബ്ഗ്രാഫിന്റെ ഡെഫിനിഷൻ. ആ ഫിഗറും നോട്ടും ഇതെല്ലാം എഴുതുക. ഞാൻ മാർക്ക് ചെയ്തേക്കുന്നെല്ലാം എഴുതുക. Any graph isomorphic to a subgraph of G is also referred to as a subgraph of G. അപ്പൊ G1 എന്ന് പറയുന്നത് G1 is a subgraph of G2. ഇനി G1-ഉമായിട്ട് ഐസോമോർഫിക് ആയിട്ട് വേറൊരു ഗ്രാഫ് ഉണ്ട്. ഇപ്പം H1 ആണെന്ന്, അതും ഇതിന്റെ സബ്ഗ്രാഫ് ആയിരിക്കും. H1 is also a subgraph of G2 ആയിരിക്കും പറയുന്നത്. ഇവിടെ അങ്ങനെ നമ്മൾ കൊടുത്തിട്ടില്ല, എക്സാമ്പിൾ കൊടുത്തിട്ടില്ല. എനി ഗ്രാഫ് ഐസോമോർഫിക് ടു എ സബ്ഗ്രാഫ് ഓഫ് G is also referred to as a subgraph of G. അടുത്ത ഡെഫിനിഷൻ, if H is a subgraph of G, then we write H subgraph of G. ആ ഗ്രാഫ് when H is subgraph of G but H not equal to G, vertex set of H not equal to vertex set of G, edge set of H not equal to edge set of G, then H is called a proper subgraph of G. നമ്മൾ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത് A is equal to ABC. ഇതിന്റെ സബ്സെറ്റ് ആയിട്ട് വരുന്നത് എംടി സെറ്റ്, പിന്നെ സിംഗിൾട്ടൺ സെറ്റ്, ABC, 2 element സെറ്റ് AB, AC, BC, പിന്നീട് 3 element സെറ്റ് ABC. ഇതും ഇതിന്റെ സബ്സെറ്റ് ആണ്. അതിൽ ഈ സെറ്റ് ഒഴിച്ച് ബാക്കിയുള്ളതിനെ എല്ലാമാണ് നമ്മൾ പ്രോപ്പർ സബ്സെറ്റ് എന്ന് വിളിക്കുന്നത്. എയുടെ A is equal സെറ്റ് ABCയുടെ പ്രോപ്പർ സബ്സെറ്റ് ആണ് 1, 2, 3, 4, 5, 6. പ്രോപ്പർ സബ്ഗ്രാഫ് ഇവിടെ പറഞ്ഞിരിക്കുന്നു. H is a subgraph of G, then we write H subgraph. ഇവിടെ സബ്ഗ്രാഫിന് ഇങ്ങനെ ഇടാൻ കാര്യം ഇതാണ്, ഒരു ഗ്രാഫ് തന്നെ അതിന്റെ സബ്ഗ്രാഫാണ്. G
ഈസ് എ സബ് ഗ്രാഫ് ഓഫ് ജി. അങ്ങനെ വരാം. അതുകൊണ്ട് ഇവിടെ ഇൻക്ലൂഷനകത്ത് ഈക്വൽ ടു നമ്മൾ കൊടുത്തിരിക്കും. then h സബ് ഗ്രാഫ് ഓഫ് ജി ബട്ട് h നോട്ട് ഈക്വൽ ടു ജി. ആ ഗ്രാഫ് തന്നെ ആവരുത്. ആ ഗ്രാഫ് തന്നെ ആവരുതെന്ന് പറഞ്ഞാൽ വെർട്ടെക്സ് സെറ്റ് ഈക്വൽ ആവരുത്, എഡ്ജ് സെറ്റ് ഈക്വൽ ആവരുത്. then h is called a proper subgraph of G. അത് പഠിക്കുക. a spanning subgraph or spanning supergraph of G is a subgraph or supergraph H with vertex set H is equal to vertex set G and H and G have exactly the same number of vertex set. Spanning subgraph. എഡ്ജിനെ പറ്റി ഇവിടെ ഒന്നും പറയുന്നില്ല. ജി സ്പാൻ ചെയ്യുന്ന, ജി ആണ് ഗ്രാഫ്, അത് സ്പാൻ ചെയ്യുന്ന ഒരു സബ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ജിയുടെ വെർട്ടെക്സ് സെറ്റ് ഓഫ് ജി ഈസ് ഈക്വൽ ടു വെർട്ടെക്സ് സെറ്റ് ഓഫ് എച്ച് ആയിരിക്കണം, സബ് ഗ്രാഫും ആയിരിക്കണം. എഡ്ജ് എങ്ങനെ ആയിക്കോട്ടെ, എഡ്ജ് എങ്ങനെയും ആകാൻ പറ്റത്തില്ല. A spanning subgraph or spanning supergraph of G is a subgraph of H with the vertex set of H is equal to, നമ്മൾ എക്സാമ്പിൾ നോക്കാം, അന്നേരം മനസ്സിലാവും. It follows from the definition so that any simple graph on n vertices is a subgraph. ശരിയാണ്, any simple graph on n vertices. ഇപ്പോ ഫോർ വെർട്ടെക്സ് ഉള്ള സിമ്പിൾ ഗ്രാഫ് ആണ് റെക്ടാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറയുന്നത്. ഫോർ വെർട്ടെക്സ് ഉള്ള സിമ്പിൾ ഗ്രാഫ് ആണ്. എന്താ വെച്ചാൽ ഇവിടെ ലൂപ്പ് ഇല്ല, പാരലൽ എഡ്ജസ് ഇല്ല, സിമ്പിൾ ഗ്രാഫ്. ഇതിന്റെ കംപ്ലീറ്റ് ഗ്രാഫ് ആണ്. ഫോർ വെർട്ടെക്സ് വരുമ്പോൾ ഉള്ള കംപ്ലീറ്റ് ഗ്രാഫ് ആണ് ഈ സ്ക്വയറും അതിന്റെ ഡയഗണൽസോട് ചേരുമ്പോൾ ഇത് അതിന്റെ കംപ്ലീറ്റ് ഗ്രാഫ് ആയി, K4 ആയി. അപ്പൊ ഇത് ഈ പറയുന്ന സിമ്പിൾ ഗ്രാഫ് K4ന്റെ സബ് ഗ്രാഫ് ആണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. It follows easily from the definitions that any simple graph on n vertices is a subgraph of the complete graph K. In figure 122, G1 is a proper spanning subgraph of G3. G1 ഇത് G3യുടെ പ്രോപ്പർ സ്പാനിങ് സബ്ഗ്രാഫ് ആണ്. എന്നുവെച്ചാൽ രണ്ട് സെറ്റിലും വെർട്ടെക്സ് സെറ്റ് ഒന്ന് തന്നെയാണ്. ഈ രണ്ട് ഗ്രാഫും ഈക്വൽ അല്ല, ഒരു തരത്തിലും ഈക്വൽ അല്ല. ഇവിടെ ഒരു എഡ്ജ് അഡീഷണൽ ഉണ്ട്, പക്ഷെ വെർട്ടെക്സ് സെറ്റ് ഇവിടെ ഈക്വൽ ആണ്. This is called a proper spanning subgraph of G3. Subgraph of G3. ഇനി ഒരു ഗ്രാഫിന്റെ the simplest types of subgraph of a graph G are those obtained by the deletion of a vertex or an edge and we now define. നേരത്തെ ഡെഫിനിഷൻ ഇതാണ്. വെർട്ടെക്സ് ഇത് മാർക്ക് ചെയ്തിട്ടില്ലേ, ഇത് എഴുതേണ്ടതാണ്. ഇത് രണ്ടും എഴുതിയാലും കുഴപ്പമില്ല, രണ്ടും ആവർത്തനമാണ്. ഏതെങ്കിലും ഒന്ന് രണ്ടും എഴുതിയിട്ടു. ആദ്യം ഒരു ഗ്രാഫിൽ നിന്ന് ഒരു സിംഗിൾ വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരു സബ് ഗ്രാഫ് ഫോം ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു ഗ്രാഫിൽ നിന്ന് ഒരു സിംഗിൾ എഡ്ജ് ഡിലീറ്റ് ചെയ്യുന്നു, സബ് ഗ്രാഫ് ഫോം ചെയ്യുന്നു. രണ്ടാമത് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നതിനകത്ത് പറയുന്നത് ഒരു ഗ്രാഫ് ഉണ്ട് G is equal to V. അതില് ഈ വെർട്ടെക്സ് സെറ്റിന്റെ പ്രോപ്പർ സബ്സെറ്റ് ആണ് U എന്ന് പറയുന്നത്. അപ്പൊ കുറെ വെർട്ടെക്സ് ആണ് ഇവിടെ ഡിലീറ്റ് ചെയ്യുന്നത്, അതുപോലെ കുറെ എഡ്ജസ് ഇവിടെ ഡിലീറ്റ് ചെയ്യുന്നു. അപ്പൊ രണ്ട് ഡെഫിനേഷനും പഠിച്ചാലും കുഴപ്പമില്ല. ഡെഫിനേഷൻ ചോദിച്ചാൽ ഇത് എഴുതുകയാണ് വെർട്ടെക്സ് ഡിലീറ്റഡ് ഗ്രാഫ് അല്ലെങ്കിൽ എഡ്ജ് ഡിലീറ്റഡ് ഗ്രാഫിന്റെ ഡെഫിനേഷൻ ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. അപ്പൊ ഡെഫിനേഷൻ നോക്കാം. If G is equal to V and V has at least two elements, വെർട്ടെക്സ് സെറ്റിനകത്ത് at least രണ്ട് എലമെന്റ്സ് എങ്കിലും ഉണ്ടാകണം, അല്ലെ രണ്ട് വെർട്ടെക്സ് എങ്കിലും ഉണ്ടാകും. then for any vertex V, അത് ഈ ഗ്രാഫിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക. denotes the subgraph of G with the vertex set
ആ വെർട്ടക്സ് സെറ്റിൽ നിന്ന് ഒരു വെർട്ടക്സ് മാറ്റി ഒരു സബ് ഗ്രാഫ് ആയിരിക്കും. ഇനി വെർട്ടക്സ് ഡിലീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെർട്ടക്സ് ഡിലീറ്റ് ചെയ്യുമ്പോൾ ആ വെർട്ടക്സ് എൻഡ് വെർട്ടക്സ് ആയിട്ട് വരുന്ന എഡ്ജും നമ്മൾ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യണം. ഒരു ഗ്രാഫിൽ നിന്ന് വെർട്ടക്സ് ഡിലീറ്റ് ചെയ്യുമ്പോൾ ആ വെർട്ടക്സ് എൻഡ് വെർട്ടക്സ് ആയിട്ട് വരുന്ന എഡ്ജും ഡിലീറ്റ് ചെയ്യണം. അതാണ് പറഞ്ഞത്. Subgraph of G with the vertex at V minus V and whose edges are those of G which are not incident with V. End vertex എന്ന് പറയുന്നതാണ് ഇൻസിഡന്റ് എന്ന് പറയുന്നത്. That is, G minus V is obtained from G by removing V and all edges of G which have V as an end. G minus V is referred to as a vertex deleted subgraph. ഇതേപോലെ edge delete. If G is equal to V and E is an edge of G, then G minus E denotes a subgraph of G having V as its vertex set and E minus E as its edge set. ഇവിടെ ഒരു ഗ്രാഫിൽ നിന്ന് ഒരു എഡ്ജ് ഡിലീറ്റ് ചെയ്യുമ്പോൾ വെർട്ടക്സ് കളയേണ്ട കാര്യമില്ല. ആ വെർട്ടക്സ് ഐസൊലേറ്റഡ് ആയിട്ട് അവിടെ നിൽക്കും. പക്ഷെ വെർട്ടക്സ് ഡിലീറ്റ് ചെയ്യുമ്പോൾ അതിനോടുകൂടി എഡ്ജും പോകും. അത് എൻഡ് വെർട്ടക്സ് ആയിട്ടുള്ള എഡ്ജും പോകും. പക്ഷെ എഡ്ജ് ഡിലീറ്റ് ചെയ്യുമ്പോൾ വെർട്ടക്സ് അവിടെ നിൽക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. G minus E is obtained from G by removing the edge but not its end points. ഇത് ശ്രദ്ധിക്കേണ്ടത്. ഇനി അത് കുറെ വെർട്ടക്സും കുറെ എഡ്ജും ഡിലീറ്റ് ചെയ്യുന്നതാണ് ഈ ഡെഫിനിഷൻ പറയുന്നത്. If G is equal to V and U is a proper subset of V, graph of G with the vertex at V minus U and whose edges are all those of G which are not incident with any vertex in U. If F is a subset of the edges at E, then G minus F denotes the subgraph of G with the vertex at V and edges at E minus F obtained by deleting all the edges in F but not their end points. ഈ രണ്ട് ഡെഫിനിഷൻ ഇതിനെ നമ്മൾ എഡ്ജ് ഡിലീറ്റഡ് ഗ്രാഫ് എന്നും പറയുന്നു. By deleting from a graph G all loops and in each collection of parallel edges, all edges but one in the collection, we obtain a simple spanning subgraph of G called the underlying simple graph of G. ഇതും ഡെഫിനിഷൻ ചോദിക്കുന്നതാണ്. ഏതൊരു ഗ്രാഫിൽ നിന്നും അതിനകത്ത് പാരലൽ എഡ്ജസ് ഉണ്ടെങ്കിൽ, പാരലൽ എഡ്ജസ് നമ്മൾ രണ്ടെണ്ണമേ കണ്ടുള്ളൂ, രണ്ടല്ല 3, 4, 5 പാരലൽ എഡ്ജസ് ഒക്കെ വരാം. അപ്പൊ ഒരു ഗ്രാഫിൽ നിന്ന് പാരലൽ എഡ്ജസ് ഉണ്ടെങ്കിൽ ഒരെണ്ണം നിർത്തിയിട്ട് ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്യുക. ലൂപ്പ് ഉണ്ടെങ്കിൽ അതും ഡിലീറ്റ് ചെയ്യുക. അങ്ങനെ കിട്ടുന്ന ഗ്രാഫിനെയാണ് അണ്ടർലൈൻ സിമ്പിൾ ഗ്രാഫ് ഓഫ് G എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് Figure 1, 2, 3 shows a graph and its underlying simple graph obtained by deleting the loop E3, the underlying spanning subgraph. ഇതാണ് ഒറിജിനൽ ഗ്രാഫ് G. ഇതിൽ നിന്ന് അണ്ടർലൈൻ സിമ്പിൾ ഗ്രാഫ് കിട്ടാൻ വേണ്ടി ഈ ലൂപ്പ് എടുത്ത് കളയുക. ഇവിടെയാണെങ്കിൽ 3 പാരലൽ എഡ്ജസ് ഉണ്ട്. ഇതിൽ ഒരെണ്ണം നിർത്തിയിട്ട് ബാക്കിയുള്ളത് കളയുക. ഇവിടെയാണെങ്കിൽ നടുക്കത്തെ നിർത്തിയിട്ട് ഇത് രണ്ടെണ്ണം കളഞ്ഞിരിക്കുകയാണ്. ഇത് അണ്ടർലൈൻ സ്പാനിങ് സബ്ഗ്രാഫ് ആണ്. അതുപോലെ ഇവിടെയും 2 പാരലൽ എഡ്ജസ് ഉണ്ട്. അതിൽ ഇത് ഒരെണ്ണം കളഞ്ഞിട്ട് ബാക്കി നിർത്തി. ഈ ഗ്രാഫിനെയാണ് ഇതിന്റെ അണ്ടർലൈൻ സിമ്പിൾ ഗ്രാഫ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ സിമ്പിൾ ഗ്രാഫ് ഡെഫിനിഷൻ ചോദിക്കാം. മനസ്സിലായോ? അണ്ടർലൈൻ സിമ്പിൾ ഗ്രാഫ് more examples. നേരത്തെ കണ്ട ആ ഗ്രാഫ് തന്നെയാണ് G. ഇത് ജിയിൽ നിന്ന് ഒരു വെർട്ടക്സ് മാത്രം ഡിലീറ്റ് ചെയ്യും. G എന്ന് പറയുന്ന ഗ്രാഫിൽ നിന്ന് ഒരു വെർട്ടക്സ് മാത്രം ഡിലീറ്റ് ചെയ്യും. അപ്പൊ V3 എന്ന് പറയുന്ന വെർട്ടക്സ് ആണ് ഇവിടെ ഡിലീറ്റ് ചെയ്തത്. V3 എന്ന് പറയുന്ന വെർട്ടക്സ് ഇതാണ്. അപ്പൊ ഈ വെർട്ടക്സ് എടുത്ത് കളയുമ്പോൾ ഈ വെർട്ടക്സ് ഇൻസിഡന്റ് ആയിട്ടുള്ള എഡ്ജസ് ഉണ്ട്. എഡ്ജസ് എന്ന് പറയുന്നത് E2 ഉണ്ട്, V3 ഇൻസിഡന്റ് ആയിട്ടുള്ള എഡ്ജസ് E2 ഉണ്ട്, E3 ഉണ്ട്, E4 ഉണ്ട്. അത് മൂന്നും അവിടുന്ന് പോകും.
അതേപോലെ V3 ഇൻസിഡന്റ് ആയിട്ട് വേറെയും എഡ്ജസ് ഉണ്ട്. E7 ഉണ്ട്, E8 ഉണ്ട്, E9 ഉണ്ട്, അതും പോകും. ഇതാണ് വെർട്ടക്സ് ഡിലീറ്റഡ് ഗ്രാഫ് G മൈനസ് V3. ബാക്കിയെല്ലാം അതുപോലെ അവിടെ നിൽക്കും. അതേപോലെ രണ്ടാമത്തെ അടുത്ത എക്സാമ്പിൾ G മൈനസ് U. ഇതാണ് ഒറിജിനൽ ഗ്രാഫ്. അതിൽ നിന്ന് യുവിനകത്ത് V1 V2 എന്ന് പറയുന്ന സെറ്റാണ് U, സബ്സെറ്റ് ആണ്. ഒറിജിനൽ ഗ്രാഫിന്റെ വെർട്ടക്സ് സെറ്റ് V is equal to V1 V2 V3 etc. വെർട്ടക്സ് V6 ഇതിന്റെ ഒരു സബ്സെറ്റ് ആണ്. ഈ വെർട്ടക്സ് സെറ്റിന്റെ സബ്സെറ്റ് ആണ് V1 V2 എന്ന് പറയുന്നത്. V1 V2 അതായത് U is a subset of V. അപ്പൊ യുവിൽ നിന്ന് വിയിൽ നിന്ന് യു ഡിലീറ്റ് ചെയ്യാം. അങ്ങനെ കിട്ടുന്നതാണ് ഇത്. V1 V2 ഡിലീറ്റ് ചെയ്യുമ്പോൾ V1 ഈ വെർട്ടക്സ് V2 ഇതും ഡിലീറ്റ് ചെയ്യാം. ഇത് ഡിലീറ്റ് ചെയ്യുമ്പോൾ V2 ഇൻസിഡന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻഡ് വെർട്ടിസസ് ആയിട്ട് വരുന്ന എഡ്ജസ് E5 എവിടുന്ന് പോകും, അത് ഇതിനകത്തില്ല. പിന്നെ E1 പോകും, അതും ഇവിടെ ഇല്ല. ലൂപ്പ് പോകും, അതില്ല. പിന്നെ E2 E3 E4 എന്ന് പറയുന്ന എഡ്ജസ് ഇവിടുന്ന് പോകും. ഇത്രയും പോയിട്ട് ഈ ഗ്രാഫ് വരും. അതേപോലെ ഇത് G മൈനസ് E3 ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിനകത്ത് വന്ന് E3 എന്ന് പറയുന്ന ഈ എഡ്ജ് മാത്രം കളയും. ഈ എഡ്ജ് കളയുമ്പോൾ വെർട്ടക്സ് കളയേണ്ട കാര്യമില്ല, എഡ്ജും കളഞ്ഞാൽ എഡ്ജ് മാത്രമേ ഇവിടുന്ന് പോയിട്ടുള്ളൂ. ഇനി അതുപോലെ ഇതിനകത്ത് വന്ന് ജിക്കകത്ത് വെർട്ടക്സ് സെറ്റ് ഇ എന്ന് പറയുന്നത് ജിയുടെ വെർട്ടക്സ് സെറ്റ് E1 E2 E3 എക്സെട്ര E11 വരെയുണ്ട് ഇതിന്റെ എഡ്ജസ്. അപ്പൊ അതിനകത്ത് വന്ന് F is equal to E1 E2 E1 E2 E5 E11 E5 E11 E5 ആണോ E5 ആണെന്ന് തോന്നുന്നു അല്ലേ? E5 ആണ് കളഞ്ഞിരിക്കുന്നത്. E11 കളഞ്ഞിട്ട് ഉള്ള ഗ്രാഫാണ് ഇത്. അപ്പൊ ആ എഡ്ജസ് കളയുമ്പോൾ E1 കളയുക, E1 കളയുമ്പോ ഇത് കളയുക, E2 കളയുക, E2 ഇതാണ് പാരലൽ എഡ്ജസിൽ ഒന്ന് പോകുന്നു. പിന്നെ E5 എന്ന് പറയുന്നത് ഈ എഡ്ജ് ആണ്, അത് പോയി. E5 E11 ഇതും പോയി. പക്ഷെ ആ വെർട്ടക്സ് ഒക്കെ അവിടെ നിൽക്കും. ഗ്രാഫ് ആൻഡ് സം വെർട്ടക്സ് ഡിലീറ്റഡ് ഗ്രാഫ്. ഹലോ, ഞാൻ ഒരു മണി വരെ എടുക്കുന്നുള്ളൂ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഉണ്ട് സർ. നോട്ട് എഴുതാമല്ലേ? എഴുതിക്കോളാം സർ. ഇനി അടുത്തത് ഇൻഡ്യൂസ്ഡ് ഗ്രാഫ് അല്ലേ? If U is a non-empty subset of the vertex set V of the graph G, then the subgraph GU, ഒറിജിനൽ ഗ്രാഫിന്റെ വെർട്ടക്സ് സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആണ് U. ആ വെർട്ടക്സ് സെറ്റ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഗ്രാഫ് GU of G induced by U is defined to be the graph having the vertex set U and edge set consisting of those edges of G that have both ends in U. അപ്പൊ ഇതിനകത്ത് എഡ്ജസ് എന്ന് പറയുന്നത് ഒറിജിനൽ ഗ്രാഫിലെ ഈ യുവിനകത്ത് വെർട്ടിസസ് എൻഡ് വെർട്ടിസസ് ആയിട്ട് വരുന്ന എഡ്ജസ് ഇവിടെ ശേഷിക്കും. അതേപോലെ തന്നെ സിമിലർലി F is a non-empty subset of the edge set E of G, then the subgraph GF of G induced by F is the graph whose vertex set is the set of ends of edges in F and whose edges set is. നമുക്ക് എക്സാമ്പിൾ നോക്കാം. For the graph G of figure 1 to 4, taking G U is equal to V2 V3. അപ്പൊ അതും കൂടെ ഇവിടെ വരയ്ക്കാം.
ഇൻഡ്യൂസ്ഡ് ഗ്രാഫ് നോക്കാം. അപ്പൊ ഇതിന്റെ വെർട്ടെക്സ് സെറ്റ് V1, V2, V3, V4, V5, V6, എഡ്ജ് സെറ്റ് E1, E2, etc. E11. അതില് U is equal to V2, V3, V5. ഈ വെർട്ടെക്സ് സെറ്റിലെ സബ്സെറ്റ് ആയ U ഇത് ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ആ വെർട്ടെക്സ് മാത്രം മാർക്ക് ചെയ്യാം. V2, V3, V5. V2 ഇവിടെ മാർക്ക് ചെയ്തു, V3 ഇവിടെ മാർക്ക് ചെയ്തു, V5 മാർക്ക് ചെയ്തു. V2, V3, V5. ഇനി ഈ പറയുന്ന V2, V3, V5 മാർക്ക് ചെയ്യുന്നു. ഒറിജിനൽ ഗ്രാഫില് ഈ പറയുന്ന വെർട്ടിസസ് എൻഡ് വെർട്ടിസസ് ആയിട്ട് വരുന്ന എഡ്ജസ് മാത്രം ഇതിനകത്ത് വരും. ഒറിജിനൽ ഗ്രാഫിൽ എടുത്താല് V2ഉം V5ഉം കൂടെ E5 എന്ന് പറയുന്ന ഒരു എഡ്ജ് ഉണ്ട്. അപ്പൊ അത് ഇതിനകത്ത് വരും, E5 വരും. പിന്നെ V3, V5 തമ്മിൽ ഒറിജിനൽ ഗ്രാഫിൽ രണ്ട് എഡ്ജസ് ഉണ്ട്, E7ഉം E8ഉം. അതും ഇവിടെ വരും, E7, E8 അത് വരും. പിന്നെ V2 ഒരു ലൂപ്പ് ഉണ്ടായിരുന്നു, അതും ഇവിടെ വരും. ഇതാണ് E6 എന്ന് പറയുന്ന എഡ്ജ്. അപ്പൊ ഇതാണ് ഗ്രാഫ് ഇൻഡ്യൂസ്ഡ് ബൈ ദ സബ്സെറ്റ് U ഓഫ് ദി വെർട്ടെക്സ് സെറ്റ്. അതേപോലെ എഡ്ജ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഗ്രാഫ്, എഡ്ജ് സെറ്റ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഗ്രാഫ്. F is equal to E1, E3, E5, E7, E9. ഇതിനകത്തെ F is a subset of E ആണ്. അപ്പോ ഈ പറയുന്ന ഒറിജിനൽ ഗ്രാഫിലെ ഈ പറയുന്ന എഡ്ജസ് അങ്ങ് വരയ്ക്കുക. അതാണ് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. E1 ഇവിടെ വരച്ചിട്ടുണ്ട്, E1, E3 വരച്ചിട്ടുണ്ട്. E1 വരയ്ക്കുമ്പോൾ ഇതിന്റെ ഇൻസിഡന്റ് വെർട്ടിസസ് വരയ്ക്കണം, അല്ലെങ്കിൽ അതിന്റെ എൻഡ് വെർട്ടിസസ് V1, V2 നമ്മൾ വരയ്ക്കണം. E3 വരയ്ക്കുമ്പോൾ അതിന്റെ എൻഡ് വെർട്ടെക്സ് ആയിട്ടുള്ള V1, V3 വരയ്ക്കണം. പക്ഷെ എല്ലാ എഡ്ജും ആവശ്യമില്ല. E3, E5 എന്ന് പറയുന്നത് അതെവിടെയായിരുന്നു? E5 ഇല്ലേ? E5 വരയ്ക്കാൻ വിട്ടുപോയതാണ്. E7 വരച്ചിട്ടുണ്ട്, E9 വരച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വിട്ടുപോയതാണ്. E5 ഇങ്ങനെ ഇരിക്കും. അതൊന്ന് കറക്റ്റ് ചെയ്തോണം. അടുത്തത്, two subgraphs G1 and G2 of a graph G are said to be disjoint if they have no vertex in common. ഒരു ഗ്രാഫിന്റെ രണ്ട് സബ് ഗ്രാഫ് തമ്മിൽ അത് ഡിസ്ജോയിന്റ് ആകണമെങ്കിൽ അതിന് തമ്മിൽ വെർട്ടെക്സ് കോമൺ ഉണ്ടാവരുത്. ആൻഡ് എഡ്ജ് ഡിസ്ജോയിന്റ് ഇഫ് ദേ ഹാവ് നോ എഡ്ജ് ഇൻ കോമൺ. ഡിസ്ജോയിന്റ് സബ് ഗ്രാഫ് എന്ന് പറഞ്ഞാല് നോ വെർട്ടെക്സ് ഇൻ കോമൺ, അത് വെർട്ടെക്സ് ഡിസ്ജോയിന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി എഡ്ജ് ഡിസ്ജോയിന്റ് ആണെങ്കിൽ എഡ്ജ് ഡിസ്ജോയിന്റ് എന്ന് പ്രത്യേകം പറയണം, ഇഫ് ദേ ഹാവ് നോ എഡ്ജ് ഇൻ കോമൺ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണിത്. ഈ പറയുന്ന ഗ്രാഫിന്റെ ഇതിന്റെ രണ്ട് സബ് ഗ്രാഫ് ആണ് ഈ കൊടുത്തിരിക്കുന്ന സബ് ഗ്രാഫ്സ് ആണ് ഇതെല്ലാം, G1, G2, G3. അപ്പൊ ഇതില് G1ഉം G2ഉം തമ്മില് G1ലെ വെർട്ടിസസ് V1, V2, V4 ആണ്.
ഇവിടെ V2, V5, V6 ഉണ്ട്. പക്ഷെ ഇത് വെർട്ടെക്സ് ഡിസ്ജോയിന്റ് അല്ല. ഇവിടെ V2 എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് കോമൺ ആണ്. പക്ഷെ എഡ്ജ് ഡിസ്ജോയിന്റ് ആണെന്ന് തോന്നുന്നു. ഇവിടെ E3, E4, E8, ഇവിടെ E6, E5, E11. അപ്പൊ അത് എഡ്ജ് ഡിസ്ജോയിന്റ്. G1, G2 ആർ ഡിസ്ജോയിന്റ്. G1, G2 ആർ ഡിസ്ജോയിന്റ്. ഇത് ഡിസ്ജോയിന്റ് ആണ്. ഇത് സോറി, ഇത് V1, ഇത് V2 ആണ്. ഇപ്പൊ ഇത് ഡിസ്ജോയിന്റ്, വെർട്ടെക്സ് കോമൺ ഇല്ല. V1, V3, V4, ഇവിടെ V2, V5, V6. ഇത് ഡിസ്ജോയിന്റ് ആണ്, വെർട്ടെക്സ് ഡിസ്ജോയിന്റ് ആണ് ഈ ഗ്രാഫ്. G1, G2 are disjoint and G1 and G3 are edge disjoint. ഇതും എഡ്ജ് കോമൺ ആയിട്ടൊന്നുമില്ല. G1 ലുള്ള എഡ്ജസ് E3, E4 അത് ഇതിനകത്ത് വരുന്നില്ല, എഡ്ജ് ഡിസ്ജോയിന്റ്. Figure 1 to 6 shows 3 subgraphs of G1, G2 and G3 of the graph G. Of these, G1 and G2 are disjoint and G1 and G3 are edge disjoint. ഇതിന്റെ ഇന്റർസെക്ഷൻ ആണ്. Given two subgraphs G1 and G2 of G, then union G1 union G2 is a subgraph of G with the vertex set consisting of all those vertices which are either in G1 and G2. യൂണിയൻ എടുക്കുമ്പോൾ അതിനകത്ത് വെർട്ടെക്സ് സെറ്റ് എന്ന് പറഞ്ഞാൽ G1 ഉള്ളതുകൊണ്ട് G2 ഉള്ളതുകൊണ്ട്. എഡ്ജ് സെറ്റ് അതിന്റെ എഡ്ജിന്റെ യൂണിയൻ G1 G2 കൂടെ വരും. ഇത് ഏതിന്റെ യൂണിയനാണ്? 1 to 7 GU യൂണിയൻ GF, GU യൂണിയൻ GF നോക്കട്ടെ. GU യൂണിയൻ GF, ഇതിന്റെ രണ്ടിന്റെയും കൂടെ യൂണിയൻ. ഈ രണ്ട് ഗ്രാഫിന്റെ യൂണിയൻ ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പോ ഇവിടെ വരേണ്ട വെർട്ടിസസ് V1 വരണം, V2 വരണം, V3 വരണം, V4 വരണം, V5 വരണം. പക്ഷെ V6 ഇല്ല. എഡ്ജസ് ഇതിലും ഉള്ളതെല്ലാം കൂടെ വരും. ഇത് വരയ്ക്കുക, ഈ ഫിഗറും വരയ്ക്കുക. If G1 and G2 are two subgraphs of G with at least one vertex in common, then the intersection, അത് മനസ്സിലാക്കാനൊന്നുമില്ല, ഡെഫിനിഷൻ എഴുതുക. ഇതിന്റെ ഇന്റർസെക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ രണ്ട് ഗ്രാഫിന്റെ ഇന്റർസെക്ഷൻ വരുമ്പോൾ കോമൺ വെർട്ടിസസ് ഉള്ളത് ഇവിടെ V3 ഉണ്ട്, ഇതിലുണ്ട്, പിന്നെ V5 ഉണ്ട്, പിന്നെ V2 ഉണ്ട്. ഈ വെർട്ടെക്സും അതിനെ യോജിപ്പിച്ചുകൊണ്ടുള്ള എഡ്ജസും കോമൺ ആയിട്ടുള്ള എഡ്ജസ് വരുന്നത് E7 ആണ് ഇതിൽ രണ്ടിലും കൂടെ. പിന്നെ E5 ഉണ്ട്, E5 ലൂപ്പ് ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല. അതാണ് ഇതിന്റെ ഇന്റർസെക്ഷൻ. പിന്നെ ഈ പ്രോബ്ലം കൂടെ ചെയ്യുന്നില്ല. G be a graph of figure 1 to 9. ഈ ഗ്രാഫ് ഇതിനകത്ത് നിന്ന് ഇത് വരച്ചു നോക്കുക. വെർട്ടെക്സ് ഇത് മാറ്റി ഗ്രാഫ് വരയ്ക്കുക, ഇത് വരയ്ക്കുക, ഇതെല്ലാം ചെയ്ത് നോക്കുക. പിന്നെ കോംപ്ലിമെന്റ് ചെയ്യാൻ അടുത്ത ക്ലാസ്സിൽ പറയാൻ പറ്റും. ഇത്രയും നിങ്ങളൊന്ന് നോട്ട് എഴുതിയെന്ന് പ്രിപ്പയർ ചെയ്യുക, പഠിക്കുക. ഓക്കെ സാർ. നിർത്തുക.